ഞാനിപ്പോൾ വൺ ഓഫ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചൊരു കാര്യമായിരിക്കും ഇവൻ വേറെ ജി ടി എന്താ കണ്ടിട്ടില്ല അതാ ഇതാന്നൊക്കെ. പക്ഷേ അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു എക്സോസ്റ്റാണ്. ഇത് നമ്മുടെ ജി ടി കപ്പിൻ്റെ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ്. അതായത് ഇപ്പോൾ വരെ ഈ ഒരു ഒറ്റ വണ്ടിക്ക് നമ്മുടെ കേരളത്തിൽ ഈ ഒരു എക്സോസ്റ്റ് ഉള്ളു. അടിപൊളി പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നൈസാണ്. ഇതല്ലാണ്ട് നമ്മളിതിനകത്ത് കുറച്ച് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം വിത്ത് പ്രൈസ്. ഞാനപ്പോൾ ആദ്യം തന്നെ എക്സോസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങിയേക്കാം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ജി ടി കപ്പിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ്. അറൗണ്ട് 47,000 രൂപ നമ്മളന്ന് എടുത്തപ്പം. ഇതല്ലാണ്ട് നമ്മളതിൻ്റെ സ്റ്റോക്ക് എയർ ഫിൽറ്റർ മാറ്റി ബി എം സിയുടെ ഒരു എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അത് അറൗണ്ട് 6,000 സംതിങ് ആയി. ഇതല്ലാണ്ട് നമ്മളതിൻ്റെ അകത്ത് RBRൻ്റെ ഒരു കസ്റ്റം മാപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 20,000 രൂപയുടെ പറ്റിയായി ആ മാപ്പിന്. ഇതൊക്കെ കൂടെ വരാൻ നേരത്തെ ഇതിൻ്റെ പെർഫോമൻസ് ചുമ്മാ അക്രമമാണ്. ഞാനിപ്പോൾ നോട്ടൊന്ന് കേൾപ്പിച്ച് തരാം. എന്നിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ഡ്രൈവ് പോകും അതിൻ്റെ അത്. അടിപൊളിയല്ലേ? ഞാൻ ഡ്രൈവ് പോവാം. അതിന് മുന്നേ ഞാൻ കോസ്മെറ്റിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നോട്ട് അത്യാവശ്യം അടിപൊളിയല്ലേ നോട്ട്? നിങ്ങൾക്ക് ഇതിനകത്ത് എന്തോരം ഫീൽ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് കോസ്മെറ്റിക്സ് ആയിട്ട് കുറച്ച് കുഞ്ഞു വർക്ക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മിറേഴ്സ് ഒന്ന് മാറ്റിയിട്ട് ഹാൻഡിൽ ബാർ മിറേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇതല്ലാണ്ട് സിംഗിൾ സീറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഗൈസ്. ഈ ഒരു എക്സോസ്റ്റിൽ ഈ സിംഗിൾ സീറ്റ് വരാൻ നേരത്ത് വണ്ടി അങ്ങ് ഭയങ്കര കുഞ്ഞായ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു പോക്കറ്റ് സൈസിലോട്ട് വണ്ടി മാറിയ പോലെ തോന്നും. എന്തായാലും അടിപൊളി ലുക്കാണ്. ബാക്കി നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒരു പഴയ സ്റ്റോക്ക് മിസ്റ്റർ ക്ലീൻ കളർ തന്നെ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ സ്പിന്ന് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അതൊരു സംഭവം നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. ലൗഡെന്നൊക്കെ പറഞ്ഞാൽ അന്യായ ലൗഡാണ് വണ്ടി. അതായത് മാരക ലൗഡാണ്. കരി കൊടുക്കാൻ നേരത്തുള്ളതാണേലും വണ്ടിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറി. അതായത് ആ ഒരു നമ്മൾ വലിയ പൊട്ടനും ചീറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ആക്ച്വലി ട്യൂണിങ്ങിൽ. RBRനൊരു പക്ക പെർഫോമൻസ് ട്യൂണാണ്. അതിൽ RBR ചുമ്മാ നൈസ് ട്യൂൺ. അടിപൊളിയായിരുന്നു ചേട്ടാ. ഈ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ബോക്സ് ജസ്റ്റ് ഒന്ന് സിറ്റിയിൽ നമുക്കൊന്ന് ഭയങ്കര നോർമലായിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് എന്തോരം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ ഓടിച്ചത് നമ്മുടെ ആ SSP ഓടിച്ചതും ഇപ്പോഴും വെച്ച് വണ്ടി ഭയങ്കര വ്യത്യാസം കേസ്. അതായത് പീക്ക് ലെവൽ ഫൺ ആക്ച്വലി. ഞാൻ ഒരു ഓപ്പൺ റോഡ് ഇട്ടുമ്പോൾ ഞാൻ ഒന്ന് കൈ കൊടുത്ത് കാണിച്ചു തരാം.
സാധനം കേട്ടോ, ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയൊരു പ്രബിൾസ് വരുവാൻ ഭയങ്കര സ്മൂത്താണത് കേൾക്കാനായിട്ട് തന്നെ. കൂടുതലങ്ങനെ വലിയ വെറുപ്പീരൊന്നുമില്ല പൊട്ടലും ചീറ്റിലൊക്കെ ആയിട്ട്. ഇത് ഒരു 10/10 ട്യൂണാണ് കേസ്. 10/10 ട്യൂൺ, ഒന്നും പറയാനില്ല. അടിപൊളി എന്നൊക്കെ പറയാനായിട്ടൊന്നുമില്ല ഗൈസ്. RB1 ട്യൂൺ ചുമ്മാ വിഷയം, വണ്ടി അതിലും വിഷയം.